ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോവുകയാണ്. ഇന്ന് വെള്ളിയാഴ്ചയല്ല, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് ചോറ്റാനിക്കരയ്ക്ക് പോവാം. അപ്പോൾ രാവിലെ തന്നെ രണ്ടെണ്ണത്തിന് സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ടാട്ടോ പോണേ, അല്ലെങ്കിൽ അവരെയും കൊണ്ടാണ് പോവാറ്. പക്ഷേ ഇന്ന് അവർ സ്കൂളിൽ വിട്ട് അമ്മൂന് ലീവ് എടുക്കാൻ പറ്റില്ല, അവർക്ക് എന്തോ ചാട്ടൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് ലീവ് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവരെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയായിട്ട് അമ്പലത്തിൽ പോണേ. ഞങ്ങൾക്ക് സാധാ പാലത്തിൻ്റെ മേളിൽ കയറേണ്ടതല്ല, അപ്പോൾ ഈ പെട്രോൾ അടിക്കാൻ പോകണമായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ആ സ്കൂട്ടി തന്നായിരുന്നു, അപ്പോൾ അവരുടെ സ്കൂട്ടിയും കൊണ്ടാണ് ഞങ്ങൾ പോണേ. സ്കൂട്ടിക്ക് ഞങ്ങളിപ്പോൾ പോവാറില്ല അങ്ങനെ അധികം ആയിട്ട്. പിന്നെ അവൾ സ്കൂട്ടി വന്നപ്പോൾ അവളുടെ സ്കൂട്ടി കൊണ്ടാട്ടോ പോകാൻ. എനിക്കിരാല് വെള്ളിയും ചൊവ്വയാണല്ലോ പ്രത്യേകത, അപ്പോൾ അന്നത്തെ ദിവസം തിരക്കും കൂടുതലായിക്കോളും. ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പോകണേ. വെള്ളിയാഴ്ച പ്രത്യേകമല്ലോ ചോറ്റാനിക്കരയിൽ, അതുകൊണ്ടാണ് ഇന്ന് പോകുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ഞായറാഴ്ച പോകുകയാണെങ്കിൽ. എൻ്റെ പൊന്നോ, സ്കൂട്ടിക്ക് പോയപ്പോഴാണ് നമ്മുടെ റോഡിൻ്റെ അവസ്ഥ മനസ്സിലായത്. നമ്മൾ കാറിനും ബസ്സിനൊക്കെ പോകുമ്പോൾ ഇത്രയും മോശമാണ് നമ്മുടെ റോഡ് നമുക്ക് തോന്നത്തില്ല. എൻ്റെ ദൈവമേ, ആ റോട്ടിൽ കൂടി പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ കൈ പിടിച്ചോണ്ട് പോകണ അവസ്ഥ. എല്ലാം കുഴിയാ, കുണ്ടും കുഴിയില്ലാത്ത ഒരു സ്ഥലമില്ല. ഒരു കണക്കിനാ. എൻ്റെ പൊന്നോ, എന്ത് കൊടുക്കുമായിരുന്നെന്നറിയോ? കൊടുക്കാൻ പോട്ടെ, വണ്ടി ബാലൻസ് ചെയ്ത് പോകാൻ നല്ല പണിയാട്ടോ. ഇതിൽ കൂടി ഏതെങ്കിലും കുഴി ചാടി അവിടെ വണ്ടി മറിയും. ആ ഒരു അവസ്ഥയാണ് നമ്മുടെ റോഡിൻ്റെ അവസ്ഥ. കാറിന് പോകുമ്പോൾ ഇത്രയും തോന്നിയിട്ടില്ല കേട്ടോ. ടൂ വീലേഴ്സിന് പോകണവരെ സമ്മതിക്കണം, ഭയങ്കര റിസ്ക്. അവർ ജീവൻ കൈ പിടിച്ചോണ്ട് അവർ പോണത്. ഈ റോഡൊന്നും നന്നാക്കാൻ പറ്റതേ, എന്ത് മോശമായിട്ട് കിടക്കുക. അധികം സ്ഥലവും കേട്ടോ, നമ്മുടെ ഈ വട്ടക്കുന്ന് തുടങ്ങി എരിവേലി വരെ. പിന്നെ എനിക്ക് തോന്നുന്നത് ചോറ്റാനിക്കര കഴിഞ്ഞിട്ട് അവിടെ എന്തോ കുറച്ചുണ്ടെന്ന് തോന്നുന്നു, ചോറ്റാനിക്കരക്ക് മുമ്പെങ്ങാണ്ടും. പക്ഷെ ഇവിടെ ശരിക്കും മോശമായി കിടക്കോട്ടെ, ഈ വട്ടക്കുന്ന് തുടങ്ങി എരിവേലി വരെ. ഞങ്ങളതിൽ ചോറ്റാനിക്കരക്ക് പോയിട്ടും കുറേ നാളായി, കുറേ ദിവസമായി പോകണമെന്ന് ഓർക്കണേ. പക്ഷേ ഓരോ കാരണം കൊണ്ട് പോകാൻ പറ്റിയില്ല കേട്ടോ. ഇത്ര അടുത്തായിട്ട് പോലും നമുക്ക് പോകാൻ പറ്റില്ല. എന്തോരം ആളുകൾ ദൂരെ നിന്നൊക്കെ വന്നെ. ഈ പ്രാവശ്യം പൂജപ്പിനും പോകാൻ പറ്റിയില്ല, വയ്യാതൊക്കെ ഇരുന്നുകൊണ്ട് അന്നേരം പോയില്ല. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടുപോയി അവിടെ എഴുതിക്കണതായിരുന്നു മണ്ണിൽ. പക്ഷേ ഈ പ്രാവശ്യം പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞത് ഇപ്പം ഇന്നാടെ പോയത്. ഇന്ന് ചെന്നപ്പോഴും നല്ല തിരക്കായിരുന്നു കേട്ടോ. ക്യൂ നിന്നിട്ടായാലും ഞങ്ങൾ അകത്ത് കയറി. വലിയ അധികം ക്യൂ ഉണ്ടായില്ല അകത്ത് കയറാനായിട്ട്. ഞങ്ങളിപ്പോൾ വണ്ടി അമ്പലത്തിൻ്റെ പുറത്ത് പാർക്ക് ചെയ്തിട്ട് അങ്ങ് നടന്നെറിയാം. പിന്നെ അകത്ത് കയറി വീഡിയോ ഒന്നും എടുത്തില്ല. നമ്മൾ അമ്പലത്തിൽ പോകണം പ്രാർത്ഥിക്കാനല്ല, വീഡിയോ എടുക്കാനല്ലല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയല്ലേ എന്നിട്ടോ. ഓക്കെ, ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ.